സഹോദരന്മാരെ കടന്നു വരൂ. നിങ്ങൾക്ക് മെലിയാനിത് സുവർണ അവസരം. വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് വരൂ, വന്ന് കാണൂ. അതെങ്ങനെയാ സംഭവിക്കുക? എനിക്ക് വിശ്വാസമില്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. പൊണ്ണത്തടിയന്മാരെ കടന്നു വരൂ. എന്താ നോക്കി നിൽക്കുന്നത്? ചേട്ടാ, എന്നെ ഒന്ന് മെലിഞ്ഞതാക്കൂ പ്ലീസ്. അതിനിപ്പോ എന്താ? അതിനു വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. സുഹൃത്തെ, നിങ്ങൾ തയ്യാറാണോ? അപ്പൊ എണ്ണിക്കോളൂ. 5 4 3 2 1. ഇനി സ്യൂട്ട് വരൂ. ഇവനങ്ങ് പാതിയായല്ലോ. അതിശയമായിരിക്കുന്നു. ഞാൻ മെലിഞ്ഞുപോയി. ഞാൻ മെലിഞ്ഞുപോയി. നിങ്ങൾക്കിനി ജീവിതകാലം മുഴുവനും ഡാൻസ് കളിക്കാം. ആദ്യം എന്റെ ഫീസ് എടുക്കൂ. മൊത്തം 5 ലക്ഷം രൂപ. എന്താ 5 ലക്ഷം ആക്കിയത്? 10 ചോദിച്ചാലും ഞാൻ തരും. അതിനെന്താ? തടി വെക്കാൻ എളുപ്പമാണ്, പക്ഷെ മെലിയാനാണ് വലിയ പാട്. മനസ്സിലായോ? ഇന്നാ പിടിച്ചോ 5 ലക്ഷം രൂപ. മണ്ടൻ വോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇതാ 5 ലക്ഷം മുഴുവനായിട്ടുണ്ട്. ഇനി വേഗം എന്നെ ഒന്ന് മെലിയിപ്പിച്ചു താ പ്ലീസ്. ആഹാ, എന്തുകൊണ്ടായിക്കൂടാ? ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ഞാൻ മെലിയാൻ പോവാ. വെറും 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളെ മെലിയിച്ച് കാണിക്കാം. അപ്പൊ നിങ്ങൾ വേഗം എണ്ണിക്കോളൂ. 1 2 3 4 5. ഇനി സൂട്ട് അഴിച്ചേ. ഇല്ല, ആയിട്ടില്ല. 5 പുറകോട്ടുണ്ട്. 5 4 3 2 1. ഇനിയെങ്കിലും ദൂരത്താ. 5 പുറകോട്ട് ഒന്നുകൂടി എണ്ണു. 5 4 3 2 1. 5 4 3 2 1. 5 4 3 2 1. എന്താ ഇത്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ. എന്റെ മോട്ടു, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇത് എന്ത് ഡ്രസ്സാ ധരിച്ചിരിക്കുന്നത്? പത്തുലു, നീ കേക്കണം. ആദ്യം ഒരു കസ്റ്റമർ വന്നു. അവൻ 5 എണ്ണുമ്പോഴത്തേക്കും അവനെ ഇത് മെലിയിപ്പിച്ചു തന്നു. പക്ഷെ ഉമാർ എനിക്ക് മാത്രം എന്താ ഇത്ര സമയം എടുക്കുന്നതെന്ന് അറിയില്ല പത്തുലു. എന്ത് 3 ആൾക്കാരോ? പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ മോട്ടു. ആരുമില്ലെന്നോ? പത്തുലു, അവന്മാർ എന്നെ മെലിയിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഈ മെഷീനകത്തിട്ട് പൂട്ടിയിട്ട് പോയി കളഞ്ഞതാപ്പം. അതിന്റെ കൂടെ 5 ലക്ഷം രൂപയും കൊണ്ടുപോയി. എന്താ? 5 ലക്ഷം രൂപയോ? ഓക്കെ മോട്ടു, നീ എന്നാ ഇത് പറ. അയാള് ഉയരമില്ലാത്ത താടി വെച്ച ആളായിരുന്നോ? അതെ അതെ, ശരിയാ. എന്റെ മോട്ടു, അത് ജോൺ ആണ്. ജോൺ ദ ഡോൺ. പത്തുലു, സോറി എടാ, തെറ്റ് സംഭവിച്ചു പോയി. മോട്ടു, നീ ഇവിടെ നിക്ക്. ഞാൻ പോയിട്ട് ഒരാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. ചേട്ടാ, നിങ്ങളെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. പതുക്കെ ചെയ്യണേ. സാരമില്ല, ഒന്നും കൊണ്ട് പേടിക്കാതെ. ഇവിടെയാണ് ഇതിന്റെ ലോക്ക്. അവിടെ നിക്കേ. എന്റെ ദൈവമേ, ഞാൻ എവിടാ വന്ന് പെട്ടത്? മോട്ടു, അവിടുന്ന് മാറ്. മോട്ടു, സൂക്ഷിച്ച്. മോട്ടു, സൂക്ഷിച്ചോടെ, അല്ലെങ്കിൽ ആക്സിഡന്റ് ആവും. മോട്ടു. എന്റെ അമ്മോ, എന്തായി മോട്ടു കാണിക്കുന്നത്?
ഇത് നിങ്ങളുടെ കുറ്റമല്ല ചിക്ക സാറേ, എല്ലാം ആ മോട്ടുവാ കാരണക്കാരൻ. ഇന്ന് നമുക്ക് അവനെ ഒരു പാഠം പഠിപ്പിക്കണം. മോട്ടു രക്ഷപ്പെട്ടു. എന്റെ ഡോക്ടർ ജഡ്ക മോട്ടുവിന്റെ ദേഹത്തുള്ള മെറ്റൽ സൂട്ട് അഴിക്ക്. ഓ എന്റെ ചങ്ക എന്റെ ബ്രോ, അവനെ മിഷനിലേക്ക് കയറ്റി നിർത്ത്. ഓയ് മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഈ സൂട്ട് ഞാൻ ഇപ്പൊ തന്നെ അഴിച്ചു തരാം. ആ ബട്ടണിൽ വേഗം ഒന്ന് അമർത്ത്. എനിക്ക് എരിയുന്നേ, വല്ലാണ്ട് എരിയുന്നേ. എന്റെ ഡോക്ടർ ജഡ്ക നിങ്ങൾ എന്തായി ചെയ്യുന്നത്? എന്റെ പൊന്നു പത്തിലു, മെറ്റൽ ഊരാനുള്ള തത്രപ്പാടില്ല ഞാൻ. ഡോക്ടർ ജഡ്ക അതിനോടൊപ്പം മോട്ടുവും ഉരുകി ഇല്ലാതാകും. മോട്ടു, മോട്ടു. ഇന്ന് നിന്റെ അവസാനമാടാ. എന്തൊരടി അടിച്ച് മോട്ടുവിന്റെ സൂട്ട് ഇതേ അഴിഞ്ഞു വന്നില്ലേ? എത്ര നേരം ഇതൊന്നും അഴിക്കാൻ വേണ്ടിട്ട് നടന്നില്ല. ജിങ്ക് ജിക്ക ജിങ്ക്. ബല്ല ബല്ല. എന്ത് പത്തലു, ഞാൻ വീണ്ടും സൂട്ടിനകത്ത് കുടുങ്ങിപ്പോയി. ചേട്ടാ പ്ലീസ് എന്നെ ഒരിക്കൽ കൂടെ ഒന്ന് ഇടിച്ചേ, എനിക്ക് ഈ സൂട്ടിൽ നിന്നൊന്ന് പുറത്തു വരാനാ. ഓക്കേ, നോ പ്രോബ്ലം. എന്റെ മോട്ടു നമ്മളെ സൂട്ട് എങ്ങനെ അഴിച്ചെടുക്ക? പത്ലു, നീ പറയുകയാണെങ്കിൽ ഒന്ന് 2 പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒന്ന് നിക്ക. അടിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. എന്റെ പത്തലു, വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. കേക്ക്. മോട്ടു, കൺഗ്രാറ്റുലേഷൻ. ഫോറിനിലെ ഒരു കമ്പനി നിന്റെ സൂട്ടിന് 5 കോടി ഓഫർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് ഈ മെറ്റീരിയലും ഡിസൈനും വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നാ പറഞ്ഞത്. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ സൂട്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും മോട്ടറിന്റെ ദേഹത്തിന് അഴിച്ചെടുക്ക. ഓ എന്റെ ചങ്ക എന്റെ ബ്രോ, നീ വിഷമിക്കണ്ട. എന്റെ രോഗികളാണ് സത്യം. നാളെ രാവിലത്തേക്കുള്ളിൽ ഞാൻ ഈ സൂട്ട് അഴിച്ചു മാറ്റിയിരിക്കും. അടിച്ചു പൊളിച്ചു മോട്ടു. ജോൺ, ഞാൻ നിന്നെ വെറുതെ വിടൂല. അതെന്താണ് എന്താണ് എന്നെ വെറുതെ വിടത്തെ? എന്തെങ്കിലും നീ എന്നെ പിടിക്കാൻ വന്നാ നിന്നെ ഞാൻ വെറുതെ വിടൂല. ജോൺ, ഞാൻ നിന്നെ വെറുതെ വിടൂല. അയാൾ ഉറക്കത്തില് താങ്കളെ തന്നെ സ്വപ്നം കാണുന്നേ. ഉറക്കത്തിൽ എണീക്കാൻ പാടില്ല. എന്റെ അമ്മച്ചോ, എന്റെ നടുവ്. ഞാൻ പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹേയ് ബോയ്സ്, ജോൺ എവിടെയാ നീ? വരൂ, ഫൈറ്റ് ചെയ്യൂ ജോൺ. ജോൺ,
നിന്നെ വെറുതെ വിടൂലോ. ഇങ്ങോട്ട് വാ. എന്നെ വിട്, എന്നെ വിട്. എന്റെ പൊന്നു മോട്ടു, എന്നോട് ക്ഷമിക്ക്. ഞാൻ വെറുതെ ഒരു കള്ളത്തരം പറഞ്ഞു പോയതാ. ഇനി മേലാൽ ഇത് കൊണ്ട് പരിപാടിയായിട്ട് ഞാൻ ഇറങ്ങത്തേ ഇല്ല. എന്റെ പൊന്നു ചിങ്കം സാറേ. ജോൺ, മോട്ടു ഉറങ്ങുകയായിരുന്നു. അവൻ കണ്ട സ്വപ്നത്തില് അവൻ നിന്നെ അടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടത്, അതുകൊണ്ട് അടിച്ചതാണ്. അമ്മച്ചിയേ, എന്റെ പൊന്നു മോട്ടു, എന്നെ വെറുതെ വിട്. എന്റെ അമ്മച്ചിയേ. Watch India's largest kids library only on Jio Hotstar. Download the app now.